ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നേട്ടങ്ങളെ ആദരിച്ചും തുല്യനീതിക്കായുള്ള പോരാട്ടങ്ങൾക്ക് കരുത്തുപകർന്നും ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങളും തുല്യനീതിയും ഉറപ്പുവരുത്തുക എന്ന പ്രമേയവുമായാണ് ഈ വർഷത്തെ ദിനാചരണം നടക്കുന്നത്. 1908 ന്യൂയോർക്കിലെ വസ്ത്രനിർമ്മാണശാലകളിൽ ജോലി ചെയ്തിരുന്ന 15,000-ലധികം സ്ത്രീ തൊഴിലാളികൾ നടത്തിയ ഐതിഹാസികമായ പ്രതിഷേധമാണ് വനിതാ ദിനത്തിന് അടിത്തറ പാകിയത്. കുറഞ്ഞ ജോലി സമയം, മെച്ചപ്പെട്ട വേതനം, വോട്ടവകാശം എന്നീ ആവശ്യങ്ങളുന്നയിച്ച് അവർ നടത്തിയ ആ പ്രകടനം ലോകചരിത്രത്തിലെ തന്നെ പ്രധാന ഏടായി മാറി. ലിംഗവിവേചനത്തിൽ നിന്ന് സ്ത്രീകളെ മോചിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ദിനം ഇന്നും ഓർമ്മിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം, തൊഴിൽ, ഭരണനേതൃത്വം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ മുന്നേറുമ്പോഴും നിരവധി പ്രതിസന്ധികൾ ഇന്നും അവരെ വേട്ടയാടുന്നുണ്ട്. ലിംഗവിവേചനം, വേതനത്തിലെ അസമത്വങ്ങൾ, പരമ്പരാഗത സാമൂഹിക വ്യവസ്ഥിതിയുടെ തടസ്സങ്ങൾ ഇവയെല്ലാം സ്ത്രീകളുടെ പുരോഗതിക്ക് ഇന്നും വിലങ്ങുതടിയായി നിൽക്കുന്നു. ഇറാനിലെ മിനാബിലുണ്ടായ അമേരിക്കൻ മിസൈൽ ആക്രമണത്തിൽ നിരപരാധികളായ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനികൾ കൊല്ലപ്പെട്ട ദാരുണമായ പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ വനിതാ ദിനം കടന്നുപോകുന്നത് എന്നത് ലോകമനസാക്ഷിയെ നോവിക്കുന്ന ഒന്നാണ്. യുദ്ധങ്ങളും അധിനിവേശങ്ങളും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമാണെന്ന പച്ചയായ യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അസമത്വങ്ങൾ തുറന്നുകാട്ടാനും അതിജീവനത്തിന്റെ പാതയിൽ വിജയം കൈവരിച്ചവരെ ആദരിക്കാനുമുള്ള ഈ ദിനം വരും തലമുറയിലെ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായ ലോകം ഉറപ്പുവരുത്താനുള്ള പ്രതിജ്ഞ കൂടിയാണ്.